ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും അജിതിന് ചാനലിലേക്ക് സ്വാഗതം. ചേച്ചി നാട്ടിൽ പോയിട്ട് വന്നപ്പോഴേ പനി പിടിച്ച്, അതുകൊണ്ട് വീഡിയോ ഇടാനൊന്നും കഴിഞ്ഞില്ല കേട്ടോ. ഇന്നിച്ചിരി കുറവുണ്ട്, സൗണ്ടെല്ലാം മാറിയിരിക്കുന്നുണ്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 27 നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, ഭാഗ്യ കളറ്, ഭാഗ്യരത്നം, അതിനെക്കുറിച്ചാണ് നമ്മൾ ചേച്ചി വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് പൂയ നക്ഷത്രത്തിനെ കുറിച്ചായിരുന്നു. ഒന്ന് രണ്ട് ദിവസമൊക്കെ വന്നില്ലെങ്കിൽ ശരി തന്നെ, അടുത്ത നാൾ ചേച്ചി ബാക്കിയുള്ള നക്ഷത്രത്തിൻ്റെ പറയുന്നതായിരിക്കും. ചുമയുള്ളത് കൊണ്ടേ വീഡിയോ ഇങ്ങനെ പറയാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പം ഇച്ചിരി കുറവുണ്ട്, അതുകൊണ്ടാണ് ഇന്നൊന്ന് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. എന്നിട്ട് നല്ലതായിട്ട് ആ സൗണ്ടൊന്നും ശരിയായിട്ടില്ല. കുറവൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളങ്ങ് സഹിക്കുമല്ലോ, നിങ്ങൾ ചേച്ചിയോട് ക്ഷമിക്കത്തില്ലയോ. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത്, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് പൂയ നക്ഷത്രമായിരുന്നു. ഇന്ന് ആയില്യ നക്ഷത്രത്തിനെ കുറിച്ചാണ് ചേച്ചി പറയാൻ പോകുന്നത്. ആയില്യ നക്ഷത്രത്തിൻ്റെ ഉപാസനമൂർത്തിയാണ് ശ്രീകൃഷ്ണൻ. അവരുടെ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് 5 ഭാഗ്യ ദിവസം എന്ന് പറയുന്നത് ബുധനാഴ്ച. അവരുടെ ഭാഗ്യ കളറെന്ന് പറയുന്നത് പച്ച, വെള്ള. അതുപോലെ അവർ ധരിക്കേണ്ടുന്ന രത്നം എന്ന് പറയുന്നത് മരതക കല്ലാണ്. അപ്പോൾ ഒന്നും കൂടെ പറയാം. ആയില്യ നക്ഷത്രത്തിൻ്റെ ഉപാസനാമൂർത്തി ശ്രീകൃഷ്ണൻ. അവർ ഭാഗ്യസംഖ്യ 5, ഭാഗ്യ ദിവസം ബുധനാഴ്ച, ഭാഗ്യ കളർ പച്ച, വെള്ള, ഭാഗ്യരത്നം മരതക കല്ലാണ്. ഇതനുസരിച്ച് നിങ്ങളുടെ ഉപാസനാമൂർത്തിയെ പൂജിച്ച് വരിക, ആരാധിച്ച് വരിക. അതുപോലെ തന്നെ നിങ്ങൾ മൊബൈലോ മറ്റ് എന്തെങ്കിലും വണ്ടികളോ എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലക്കി നമ്പറായ 5 വരുന്ന പോലെ നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾ മരതകക്കല്ല് വെച്ച അത് നിങ്ങളുടെ വിരലിൽ അണിയാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ നല്ല കാര്യത്തിന് എവിടെയെങ്കിലും ഇൻ്റർവ്യൂവിനോ എക്സാമിനോ എന്തെങ്കിലും പോകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗ്യ കളറായ പച്ച, വെള്ള അത് പരമാവധി ഉപയോഗിക്കാൻ ശ്രമിക്കുക. 2024 നിങ്ങൾക്ക് ഒരുപാട് കഷ്ടകാലം നിറഞ്ഞ ദിവസമായിരുന്നു എങ്കിൽ, നിങ്ങൾ ഇതുപോലെയെല്ലാം ചെയ്യാമെങ്കിൽ നിങ്ങളുടെ 2025 നിങ്ങൾക്ക് നല്ല സമയമായിരിക്കും. നിങ്ങളുടെ ജീവിതം ഒരു ഓഹോന്നായി മാറുകയും ചെയ്യും. അതുപോലെ നിങ്ങൾക്ക് ജീവിതത്തിന് വലിയ നേട്ടങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ചേച്ചിക്ക് കമൻ്റ് ഇടണം. പിന്നെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചേച്ചി പറയുന്ന വീഡിയോയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മറന്നു പോവുകയോ പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചേച്ചി ഇത് വിശദമായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാം എഴുതുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അവിടെ പോയി നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ചേച്ചി പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ പറഞ്ഞു തരാൻ പറ്റിയില്ലെങ്കിൽ ചേച്ചി ടൈം കിട്ടുമ്പോൾ പറഞ്ഞു തന്നിരിക്കും. പിന്നെ ആര് കമൻ്റ് ഇട്ടാലും അതിന് ചേച്ചി അതിന് നോക്കുകയും ചെയ്യും. അതിനൊരു താങ്ക്സ് എങ്കിലും പറയാതിരിക്കത്തില്ല. അതുകൊണ്ടൊരു കാര്യം ചെയ്യണം, എല്ലാവരും ചേച്ചിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ അമർത്തി കൊടുത്ത് കഴിഞ്ഞാൽ ചേച്ചി ഇടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ചേച്ചി പോയിട്ട് നാളെ അടുത്ത നക്ഷത്രക്കാരുടെ ഉപാസനമൂർത്തിയായിട്ട് വരുന്നതായിരിക്കും. അതുവരെ പോയിട്ട് വരാം. സൗണ്ട് ഇനി ശരിയായില്ല.